നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഗാന്ധിജിയെയും കേന്ദ്ര സർക്കാർ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര മേഖലയിൽ ആവേശമായി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജി തുടരുന്നു. സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും രാജിവെച്ചു. മോൻസ് ജോസഫിനെതിരെ ആഞ്ഞടിച്ച് നേതാക്കൾ. കെ.എം. മാണിയുടെ ഓർമ്മയ്ക്ക് 5 ആണ്ട്. ഓർമ്മകളുടെ വേദിയായി കോട്ടയത്ത് കെ.എം. മാണി സ്മൃതി സംഗമം. പുഷ്പാർച്ചന നടത്തി പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. മലയോര മേഖലയിൽ ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധിജിയെയും കേന്ദ്രം പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ട മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയനെ മലയോര നാട് വരവേറ്റു. പത്തനംതിട്ട മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രചരണാർത്ഥം പേട്ടക്കവല തോംസൺ മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷനായി. രാഷ്ട്രപിതാവിനെ കൊന്നത് ആരാണെന്ന് പറയേണ്ടി വരുമെന്നതിനാൽ ഗാന്ധിജിയെ കേന്ദ്ര സർക്കാർ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷത വരെ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് NCERT നൽകുന്നത്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഒന്നിനെയും എതിർക്കാൻ കേരളത്തിൽ നിന്നും പോയ UDF MPമാർക്ക് കെൽപ്പില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടുപേരാണ് LDF ആയിട്ട് നിൽക്കുന്നത്. ബാക്കി 18 പേര് അതൊരു നല്ല നമ്പറാണ്. പക്ഷേ ആ നല്ല നമ്പർ നല്ല വിനയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ട്? ചില പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട്. മുഴങ്ങിയതേയില്ല. വളരെ നേർത്ത ശബ്ദം. കാരണം 20-ൽ 18 അനങ്ങാൻ തയ്യാറില്ല. ഇവിടെ പറഞ്ഞ മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അനക്കമില്ല. എന്താണ് അങ്ങനെ വരുന്നത്? ഇവിടെ അവരെ തിരഞ്ഞെടുത്ത് അയച്ച ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങൾ ഓരോ ഘട്ടത്തിലും എത്രമാത്രം വേദനയോടെയാണ് സംഭവങ്ങൾ നോക്കിക്കണ്ടത്. ഡോക്ടർ TM തോമസ് ഐസക്ക് ലോക്സഭയിലേക്ക് വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമെന്ന് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ നിരവധി വികസന പദ്ധതികൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചത് തോമസ് ഐസക് ആയിരുന്നുവെന്നും ഡോക്ടർ N. ജയരാജ് കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്, മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, CPM ജില്ലാ സെക്രട്ടറി AV റസൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം, ഏരിയ സെക്രട്ടറിമാരായ K. രാജേഷ്, കുര്യാക്കോസ് ജോസഫ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗിരീഷ് എസ്. നായർ, P. ഷാനവാസ്, രമാ മോഹൻ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മോൻസ് ജോസഫിനെതിരെ ആഞ്ഞടിച്ച് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും സജി മഞ്ഞക്കടമ്പലും പാലായിൽ K.M. മാണിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്താനെത്തിയതായിരുന്നു ഇരുവരും. മോൻസ് ജോസഫിന്റെ നിലപാടിനെതിരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വീണ്ടും പൊട്ടിത്തെറി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. പാർട്ടിയിൽ ജനാധിപത്യമില്ലെന്നും എല്ലാവരും MLAയുടെ ബാല്യക്കാരാണെന്നുമുള്ള ഭാവമാണ് മോൻസ് ജോസഫിനെന്ന് പ്രസാദ് ഉരുളികുന്നം പറഞ്ഞു. പാർട്ടിക്ക് ഒരു MLA മതി എന്നതാണ് മോൻസ് ജോസഫിന്റെ നിലപാടെന്നും പ്രസാദ് ഉരുളികുന്നം കൂട്ടിച്ചേർത്തു. പുള്ളിയുടെ ഇപ്പോഴത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എസിനെ പോലെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് BA പോലെയും ഒരു MLA മാത്രം മതി, പുള്ളി മാത്രം പാർട്ടിക്കകത്ത് മതി, പുള്ളി മാത്രം മന്ത്രി മതി എന്ന് വിശ്വസിക്കുകയും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പുള്ളി അധപ്പതിച്ചിരിക്കുക. കാരണം പുള്ളി ആ രീതിയിലാണ്, വേറെ ഒരു നേതാവും വേണ്ട, പുള്ളി മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൻ്റെ കൂടെ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കമ്മിറ്റിയിൽ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ പോലും പറയാൻ അവസരം തരാത്ത ഒരു പാർട്ടിയിൽ അങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും? ഇത് എത്ര കാലമാണ് നമ്മൾ സഹിക്കുന്നത്? ഇത് കുറേ കാലം നമ്മൾ സഹിച്ചു. പക്ഷേ സഹിക്കുന്നൊരു പരിധിയുണ്ടല്ലോ. പുള്ളിയുടെ വിചാരം ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ എന്നും പുള്ളിയുടെ വീട്ടിലെ മിറ്റമടിക്കാനും പാത്രം തേച്ച് പിഴക്കാനും വിറക് വെട്ടാനും വെള്ളം കോരാനുമുള്ള പ്രവർത്തകരായിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മോൻസ് ജോസഫിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ പ്രസിഡന്റും UDF കോട്ടയം ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചിരുന്നു. PJ ജോസഫ് ഇനിയെങ്കിലും മോൻസ് ജോസഫിനെ നിയന്ത്രിക്കണമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പണക്കുമില്ല, പക്ഷെ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയിൽ ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ
അല്ലെങ്കിൽ ഈ പാട്ടിലേക്ക് ചിലപ്പോൾ തിരിച്ചു പാലായിൽ KM മാണിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിയതായിരുന്നു ഇരുവരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KM മാണിയുടെ 5ാം സ്മൃതി സംഗമം കോട്ടയത്ത് നടന്നു. ആയിരങ്ങളാണ് പൂവും പ്രാർത്ഥനയുമായി കോട്ടയം തിരുനക്കരയിൽ എത്തിയത്. കേരള കോൺഗ്രസ് പിറന്ന കോട്ടയം തിരുനക്കര മൈതാനത്ത് KM മാണിയുടെ 5ാം സ്മൃതി ദിനം ഓർമ്മകളുടെ സംഗമവേദിയായി മാറി. തിരുനക്കരയിലേക്ക് പൂവും പ്രാർത്ഥനയുമായി എത്തിയ പ്രവർത്തകർ KM മാണിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ കൈകൂപ്പി. ജനഹൃദയങ്ങളിൽ ഇന്നും മായാതെ നിൽക്കുന്ന KM മാണിയുടെ ദീപ്തസ്മരണകളാൽ ചടങ്ങ് സമ്പന്നമായി. തിരുനക്കര മൈതാനത്ത് പാർട്ടി സംഘടിപ്പിച്ച സ്മൃതി സംഗമത്തിന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തിരി തെളിയിച്ചു. KM മാണിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെ ദിനാചരണത്തിന് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ, LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ചീഫ് വിപ്പ് N ജയരാജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാർട്ടി ചെയർമാൻ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രവർത്തകരും പന്തലിൽ തടിച്ചുകൂടിയ ആളുകളും KM മാണിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ പ്രസംഗങ്ങളും ഉദ്ഘാടനം ഒഴിവാക്കി നടന്ന പരിപാടി ഉച്ചയ്ക്ക് 1 മണിയോടെ അവസാനിച്ചു. രാവിലെ പാലയിലെ കല്ലറയിൽ പുഷ്പാർച്ചനയും പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലവ് ജിഹാദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കോട്ടയം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. കേരള സ്റ്റോറി കേരളത്തിലുള്ള എല്ലാവരും കാണണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പാലായിൽ പറഞ്ഞു. KM മാണിയുടെ കല്ലറയിൽ പുഷ്പചക്രം അർപ്പിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. KM മാണിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് രാവിലെ 11 മണിയോടെയാണ് തുഷാർ വെള്ളാപ്പള്ളി പാലാ കത്തീഡ്രൽ ദേവാലയ സെമിത്തേരിയിലെ KM മാണിയുടെ കബറിടം സന്ദർശിച്ചത്. KM മാണി കുടുംബസുഹൃത്തായിരുന്നുവെന്ന് തുഷാർ പറഞ്ഞു. കോട്ടയത്ത് വിജയം 100% ഉറപ്പാണെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എല്ലാ സമുദായത്തിൽ നിന്നുമുള്ള വോട്ട് ലഭിക്കും. NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മറ്റാരെയും ജയിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എല്ലാ സമുദായത്തിൻ്റെ വോട്ടും എന്നോടൊപ്പം ഉണ്ട്. എല്ലാ സമുദായ സംഘടനകളും എന്നെ സഹായിക്കണം. അത് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും മുസ്ലിം സൗരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഹിന്ദുക്കൾ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ സംഘടനകളും എല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ രാഷ്ട്രീയമായി കാരണം 2 ആളുകളെയും മത്സരിക്കുന്നവർ ജയിപ്പിച്ചു വിട്ടിട്ട് കോട്ടയക്കാർക്ക് എന്ത് ചെയ്യാനാണ്? കേരള സ്റ്റോറി കേരളത്തിലുള്ള എല്ലാവരും കാണണം. അത് പള്ളിയിൽ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ല. ലവ് ജിഹാദ് ഇപ്പോഴും ഉണ്ട്. മുസ്ലിം സമുദായത്തിലെ മൈനോറിറ്റി ആയിട്ടുള്ള ചിലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത്തരക്കാരെ ജനറലൈസ് ചെയ്യേണ്ടതില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BDJS പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ഇട്ടിക്കുന്നേലും BDJS പ്രവർത്തകരും തുഷാറിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. KM മാണിയുടെ ചരമദിനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടി ചെയർമാൻ PJ ജോസഫും മോൻസ് ജോസഫും അടക്കമുള്ളവർ KM മാണിയുടെ കബറിടത്തിൽ എത്തി പുഷ്പചക്രം അർപ്പിച്ചു. പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് PJ ജോസഫ് പറഞ്ഞു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, PC തോമസ് എന്നിവരും PJ ജോസഫിനൊപ്പമുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ അതിൻ്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയെന്നപ്പുറത്ത് അതിനൊന്നുമില്ല. അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്തേ ഉള്ളൂ. റമദാന്റെ നിറവിൽ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ. ഇന്ന് രാത്രി മാസപ്പിറവി കണ്ടാൽ നാളെയും അല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി മറ്റന്നാളുമായിരിക്കും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. 1 മാസം നീണ്ടുനിന്ന കഠിന വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി ഇസ്ലാം സമൂഹം. പകൽ സമയങ്ങളിൽ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചും പൂർണ്ണമായും പ്രാർത്ഥനയിൽ മുഴുകിയും നേടിയ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായാണ് വിശ്വാസികൾ പെരുന്നാളിന് ഒരുങ്ങുന്നത്. റമദാൻ 29 ഇന്ന് വൈകിട്ട് മാസപ്പിറവി കണ്ടാൽ ബുധനാഴ്ചയാവും ചെറിയ പെരുന്നാൾ. അല്ലാത്ത പക്ഷം റമദാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയാവും പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊൻകുന്നം ജുമാ മസ്ജിദിൽ രാവിലെ 7:30-നും പനമറ്റം ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ 8 മണിക്കും പൊൻകുന്നം 20-ാം മൈൽ തഖ്വ ജുമാ മസ്ജിദിൽ രാവിലെ 7 മണിക്കും പെരുന്നാൾ നമസ്കാരം നടക്കും. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമാഅത്ത് നൈനാർ ജുമാ മസ്ജിദിൽ രാവിലെ 8 മണിക്കാണ് നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ആനത്താനം മൈതാനിയിൽ രാവിലെ 7:30-ന് ഈദ്ഗാഹും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നിർമ്മാണത്തിലെ പ്രധാന ഘട്ടമായ ഉത്തരം വയ്പ് ചൊവ്വാഴ്ച രാവിലെ നടന്നു.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. 5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 2023 നവംബർ മാസത്തിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം 2025 മാർച്ച് മാസത്തിന് മുൻപായി പൂർത്തീകരിക്കുന്ന രീതിയിലാണ് പുരോഗമിക്കുന്നത്. നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടമായ ഉത്തരംവയ്പ് ഇന്ന് രാവിലെ നടന്നു. തച്ചൻ വടക്കൻ പറവൂർ കൃഷ്ണകുമാർ ആചാരി, ട്രിച്ചി KP നരസിംഹകുമാർ ആചാരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉത്തരംവയ്പ്. ക്ഷേത്രം സ്ഥപതി വേഴേപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട്, തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കുചേർന്നത്. കൃഷ്ണശിലയിൽ ഭിത്തിയും മേൽക്കൂര തടിയിലും നിർമ്മിച്ച് ചെമ്പുപാകുന്ന രീതിയിലാണ് നിർമ്മാണം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. വാഹനത്തിരക്കിൽ വലഞ്ഞ ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷൻ. ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ എത്തുന്നതോടെ ജംഗ്ഷനിൽ എപ്പോഴും വാഹനത്തിരക്കാണ്. ചേർപ്പുങ്കൽ ഹൈവേ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. ഹൈവേ ജംഗ്ഷനിൽ നിന്നാണ് മെഡിസിറ്റി, ചേർപ്പുങ്കൽ പള്ളി, ഹയർ സെക്കൻഡറി സ്കൂൾ, പഴയ റോഡ് എന്നിവിടങ്ങളിലേക്ക് തിരിയുന്നത്. മെഡിസിറ്റിയിലേക്കുള്ള ആംബുലൻസ് ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഹൈവേ ജംഗ്ഷനിൽ എപ്പോഴും. ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ്. ദിശാ ബോർഡുകളും ഇല്ല. ട്രാഫിക് നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങളുമില്ല. സ്ഥിരമായ ഗതാഗത നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ എത്തുന്നതോടെ എല്ലാ റോഡുകളിലും വാഹനത്തിരക്കാണ്. ഇത് പലപ്പോഴും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ചേർപ്പുങ്കൽ പാലം കടന്നെത്തുന്നവർക്ക് പാലാ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത മറയുള്ളതിനാൽ അപകട സാധ്യതയും ഏറെയാണ്. അടിയന്തരമായി ഇവിടെ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ചകിണിപ്പാലം അപകടാവസ്ഥയിലായതിനാൽ ബസ്സുകൾ ഹൈവേ ജംഗ്ഷൻ വഴിയാണ് ഓടുന്നത്. ഇതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഹൈവേ ജംഗ്ഷന്റെ വീതി കൂട്ടുകയും റൗണ്ടാന സ്ഥാപിക്കുകയും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുകയും വേണമെന്ന ആവശ്യം ശക്തമാണ്. ഇവിടെ ദിശാ ബോർഡുകൾ സ്ഥാപിക്കാനും ഉപയോഗശൂന്യമായ ബസ് കേന്ദ്രം പൊളിച്ചു മാറ്റാനും അധികൃതർ തയ്യാറാവണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് കോട്ടയം ഭാഗത്തേക്ക് വരുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പ് നിലവിലുള്ളിടത്ത് അവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ, ബസ്സുകൾ നിർത്തുമ്പോൾ പുറകെ വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെയും അവിടെ ബ്ലോക്ക് ഉണ്ടാകും. ഇപ്പം ചകിടിപ്പാലം മെയിൻ്റനൻസ് ആവശ്യമായി നിൽക്കുന്നതുകൊണ്ട് അതിലെ വാഹനങ്ങൾ, ബസ്സുകൾ കടന്നു പോകാത്തതുകൊണ്ട് പാലായ്ക്കുള്ള വാഹനങ്ങളും അപ്പുറത്തെ വെയിറ്റ് ഷെഡിൻ്റെ അവിടെ യഥാർത്ഥത്തിൽ ബസ് സ്റ്റോപ്പ് ഇല്ല. പക്ഷേ താൽക്കാലികമായിട്ട് അവിടെ ബസ്സുകൾ നിർത്തുന്നുണ്ട്. അവിടെ നിർത്തുമ്പോഴും ഈ പ്രശ്നങ്ങൾ കുറേ വാഹനങ്ങൾ വന്ന് നിന്ന് അവിടെ വലിയ ബ്ലോക്ക് രൂപീകരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: സംഘടിത അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷകളുടെ പരിശീലനത്തിലേക്ക് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് kile.kerala.gov. എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിവരങ്ങൾക്ക് ഫോൺ 8075768537. മണർകാട് ദേവീക്ഷേത്രത്തിലെ 10ാം ഉദയമാലോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 14 മുതൽ 23 വരെ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിജിയെയും കേന്ദ്ര സർക്കാർ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര മേഖലയിൽ ആവേശമായി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജി തുടരുന്നു. സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും രാജിവെച്ചു. മോൻസ് ജോസഫിനെതിരെ ആഞ്ഞടിച്ച് നേതാക്കൾ. KM മാണിയുടെ ഓർമ്മയ്ക്ക് 5 ആണ്ട്. ഓർമ്മകളുടെ വേദിയായി കോട്ടയത്ത് KM മാണി സ്മൃതി സംഗമം. പുഷ്പാർച്ചന നടത്തി പ്രവർത്തകർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.